പീസ് ആൻഡ് ജോയ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഫ്രാൻസിസിന് ഒരു പുത്തൻ പ്രചോദനം നൽകിക്കൊണ്ട് അയച്ചത് വളരെ കലുഷിതമായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ്. അവിടെ ആത്മീയമായും ഭൗതികമായിട്ടും സാമൂഹികമായിട്ടും ഒത്തിരി പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്കാണ്. രാജാക്കന്മാർ തമ്മിലും നാട്ടുരാജാക്കന്മാർ തമ്മിലും ചക്രവർത്തിമാർ തമ്മിലും വലിയ കുടിപ്പകയുടെയും അതുപോലെ തന്നെ അധികാര അധിനിവേശങ്ങളുടെയും ഒക്കെ യുദ്ധങ്ങൾ നടന്നിരുന്ന സമയം. അതോടൊപ്പം വിവിധ മതവിഭാഗങ്ങളും അതുപോലെ പാഷണ്ഡ ആശയങ്ങളും ഒക്കെ വലിയ തീവ്രതയോടെ പ്രചരിച്ചിരുന്ന ഒരു കാലഘട്ടം. 600-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ മഹമ്മദീയരുടെ ആവിർഭാവത്തോടുകൂടി അവർ പല രീതിയിലും അധികാരങ്ങൾ പിടിച്ചടക്കാനായിട്ട് യുദ്ധങ്ങൾ ആരംഭിച്ചു. അവരുടെ നാട്ടിൽ നിന്ന് അവർ പല ഭാഗങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ തീവ്രതയോടുകൂടി പടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് വലിയ പൂജ്യമായിട്ട് കരുതിയിരുന്ന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, വിശുദ്ധ നാടുകൾ മഹമ്മദീയർ കീഴടക്കി. അവിടേക്ക് തീർത്ഥാടകർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. അവിടുത്തെ ക്രൈസ്തവ ബിംബങ്ങളും ആരാധനാ സ്ഥലങ്ങളും ക്രൈസ്തവ ആരാധനയുടെ കേന്ദ്രങ്ങളും ഒക്കെ പ്രതീകമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവരിൽ തന്നെ തീഷ്ണതയുള്ള രാജാക്കന്മാർ മുന്നോട്ടിറങ്ങി. അങ്ങനെയുള്ള രാജാക്കന്മാർ മാർപ്പാപ്പയുടെ സഹായത്തോടു കൂടി ഇറങ്ങിയതുകൊണ്ട് അതിനെ പലപ്പോഴും കുരിശുയുദ്ധങ്ങൾ എന്നുള്ള പേരുകളാണ് വിളിക്കപ്പെട്ടത്. എന്നാൽ മാർപ്പാപ്പമാരാവട്ടെ തങ്ങൾക്ക് ആരെല്ലാം ഇങ്ങനെ വിശുദ്ധ നാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സഹായം നൽകുന്നോ അവർക്ക് ചില ആനുകൂല്യങ്ങളും ഇളവുകളും വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു. ഇതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം വളരെ കലുഷിതമായിട്ടുള്ള ഒരു തിന്മയുടെ ഇടപെടലും അതുപോലെ തന്നെ നന്മയുടെ അപര്യാപ്തത, അല്ലെങ്കിൽ നന്മയുടെ അപര്യാപ്തതയല്ല, നന്മയുടെ മൂല്യച്യുതികളും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനത്തെ ഒരു വളരെ കലുഷിതമായൊരു സാഹചര്യം, അതായത് വിശുദ്ധ നാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചക്രവർത്തിമാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും സഹായം തേടിക്കൊണ്ട് മാർപ്പാപ്പയും അതുപോലെയുള്ള സഭാ നേതൃത്വവും ഒക്കെ ഒത്തിരിയേറെ സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് പല ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് ജീവിതത്തിൽ പല വെള്ളച്ചിറക്കലുകളിലേക്കും പോവേണ്ടി വന്നു. സഭയുടെ ധാർമ്മികതയും അതുപോലെ തന്നെ സഭാ വിശ്വാസികളുടെ ധാർമ്മികതയും ഒരുപോലെ അപകടത്തിലായി. നേതൃത്വം വഹിക്കുന്നവരുടെ വീഴ്ച അജഗണങ്ങളുടെ വീഴ്ചയായിട്ട് മാറി. ഇടയനെ പൈശാചികമായിട്ടുള്ള ഇങ്ങനെയുള്ള വെള്ളം ചേർക്കലുകൾ ബാധിച്ചപ്പോൾ ആടുകൾ ചിതറിക്കപ്പെട്ടു. ആടുകൾ കൂടുതൽ വികലമായ ഒരു ജീവിതശൈലിയിലേക്ക് പോയി. ഇങ്ങനെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന, ആത്മീയത ക്ഷയിച്ചു പോകുന്ന, നന്മയ്ക്കും കരുണയ്ക്കും കരുതലിനും സുവിശേഷത്തിനും ഒക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഫ്രാൻസിസിനെ അയക്കുക. ഫ്രാൻസിസ് എന്താ ചെയ്തത്? എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട്, അതുകൊണ്ടാണ് അതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് ഫ്രാൻസിസ് മാറാൻ തയ്യാറായി. അവിടെ ഫ്രാൻസിസ് തൻ്റെ 8 അംഗങ്ങളുള്ള സംഘത്തെ 4ആയിട്ട് തിരിച്ചു. 2 പേരെ വീതം പല സ്ഥലങ്ങളിലേക്കും വചന പ്രഘോഷണത്തിനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചു. ഫ്രാൻസിസും സഹോദരനും സ്പൊളേറ്റയിലേക്ക് പോയപ്പോൾ ബർണാദും ജെയിൽസും അങ്ങനെ 2 സഹോദരങ്ങളെ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ സ്പെയിനിലേക്കാണ് അയച്ചത്. പ്രവർത്തന രംഗമായിട്ടുള്ള സ്പെയിനിലേക്ക്, കമ്പസ്തേലയിലേക്ക് പോകുന്ന വഴിയിൽ അവർ കൊടും തണുപ്പിനെയും ഒക്കെ നേരിട്ടത് അവരുടെ ക്രോണിക്കിൾസിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അവർ കടന്നുപോയത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നതുപോലെ എന്ന് ഈശോ പറയുന്ന അതേ സാഹചര്യത്തിലേക്കാണ് പോയത്. അവിടെ ചിലരവരെ സ്വീകരിച്ചു, ചിലരവരെ പാഷണ്ഡ മതക്കാരായി കണ്ടു, ചിലരവരെ കല്ലെറിഞ്ഞു, ചിലരവരെ കള്ളന്മാരായിട്ട് കരുതി, ചിലർ ഭ്രാന്തന്മാരായിട്ട് കരുതി, ചിലർ ഏതൊക്കെയോ പാഷണ്ഡത പ്രചരിപ്പിക്കുന്ന സഭാദ്രോഹികളും സാമൂഹ്യ ദ്രോഹികളുമായിട്ട് കരുതി. എന്നാൽ ചിലരൊക്കെ കർത്താവിൻ്റെ സുവിശേഷത്തിന് കാതോർത്തപ്പോൾ വലിയ അത്ഭുതങ്ങളും അവിടെ സംഭവിച്ചു. സ്പെയിനിലേക്ക് പോയ സഹോദരങ്ങൾ വലിയ കഠിനമായ ശൈത്യത്തിലൂടെയാണ് കടന്നുപോയത്. അവരെ ചിലപ്പോൾ കിടന്നുറങ്ങാൻ പോലും ആരും അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഒരിക്കലൊരു സ്പെയിനിൻ്റെ ഇസ്ലാം വിശ്വാസത്തിൽ അധീനപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു പ്രദേശത്തേക്ക് ഈശോയുടെ സുവിശേഷവുമായിട്ട് ചെന്നു. അവരുടെ ദരിദ്രമായ ജീവിതശൈലിയും അവരുടെ തളർന്ന കണ്ണുകളും തളർന്ന ജീവിതവും ഒക്കെ കണ്ടപ്പോൾ തീഷ്ണതയോടെ അവർ എന്തൊക്കെയോ പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് ഒരു മഹമ്മദീയ വിശ്വാസിക്ക് തോന്നുകയാണ്. അദ്ദേഹം അവരെ കരുണയോടെ വിളിച്ചിട്ട് ഭക്ഷിക്കാനായിട്ട് കുറച്ച് ആഹാരവും വീണ്ടും ഭക്ഷണം കരുതലായിട്ട് വാങ്ങി വെക്കാനായിട്ട് കുറച്ച് പണവും കൊടുത്തു. അവർ ആ പണം തിരസ്കരിച്ചു. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ദരിദ്രരാണല്ലോ, നിങ്ങൾക്ക് പണം ആവശ്യമില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾ ആയതല്ല, ഞങ്ങൾ ദരിദ്രരായിട്ട് തീർന്നതാണ്. അതായത് ഞങ്ങൾക്ക് ഒന്നുമില്ലായ്മ ഇല്ലായിരുന്നു, മറിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം ദാനം ചെയ്തതാണ്. അത് ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്.
ഉടനെ അദ്ദേഹം അവരുടെ പ്രഘോഷണത്തിന് കാതുറക്കുകയാണ്. അദ്ദേഹത്തിന് അത്ഭുതമായി, ഇവര് സമ്പന്നരായിരുന്നിട്ടും ഇവർ ദരിദ്രരായത് ഒരു ദൈവികമായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ്. ആ നാട്ടിൽ തങ്ങുന്ന അത്രയും കാലം ആ മുഹമ്മദീയ വിശ്വാസി അവരെ സഹായിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കരുണയുടെ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രതീക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് അവർ ആട്ടിയിറക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അസീസിലെ ഫ്രാൻസിസിൻ്റെ ആ വാക്കുകൾ അവരെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഫ്രാൻസിസ് പങ്കുവെച്ച കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്, നമ്മൾ ദരിദ്രരാണ് എന്ന് മറ്റുള്ളവർ കരുതിയാലും നമ്മൾ ദാരിദ്ര്യ മണവാട്ടിയെ വരിച്ചവരാണ്, നമുക്ക് സമ്പത്തായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ സ്നേഹമാണ് നമ്മളെ ചൂടുപിടിപ്പിക്കുന്ന കമ്പിളി, ആ സ്നേഹമാണ് നമ്മൾക്ക് ഊർജം പകരുന്ന അഗ്നി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ആ ചൈതന്യം നിറഞ്ഞതുകൊണ്ട് അവരെ കണ്ടവർക്കെല്ലാം അത് മനസ്സിലാവുകയാണ്. അവരിലൂടെ സുവിശേഷം ആ ഒരു നിർജീവമായ പ്രതലത്തിലേക്ക് വലിയ ഊർജ്ജസ്വലതയോടെ പ്രവഹിക്കുകയാണ്. അനേകരുടെ ഹൃദയങ്ങൾ സുവിശേഷത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളൊക്കെ വിചിത്രമാണ്. പക്ഷേ വിചിത്രമായ വഴികളാണെങ്കിലും ഏറ്റവും കൃത്യതയുള്ള ഇടങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലെ സഹനങ്ങൾ ഏറി വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും സഹനങ്ങൾ ഏറി വരുമ്പോൾ നമ്മൾ പലപ്പോഴും പകച്ചു പോകാറുണ്ട്. എൻ്റെ വഴി തെറ്റിപ്പോയോ, ഞാൻ പോകുന്ന ഇടം ശരിയല്ലേ? എന്നാൽ ഇതുപോലെയുള്ള വിശുദ്ധരുടെ ഇടപെടലുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇതാണ്: പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊടുക്കുക. അവൻ നമ്മളെ നയിക്കട്ടെ. ഏറ്റവും കൃത്യതയാർന്ന പ്രതലത്തിലൂടെ ഏറ്റവും ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ കൊച്ചു ജീവിതത്തെ നയിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.